നമസ്കാരം. പൊതുവേദി തുടങ്ങുകയാണ്. ദി കേരള സ്റ്റോറി എന്ന ചലച്ചിത്രം വീണ്ടും വിവാദങ്ങളിൽ ഇടം പിടിക്കുകയാണ്. ഈ ചിത്രം ദൂരദർശനിൽ സംപ്രേഷണം ചെയ്യരുത് എന്ന ആവശ്യവുമായി CPM-ഉം കോൺഗ്രസും രംഗത്തെത്തിക്കഴിഞ്ഞു. സംപ്രേഷണം ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന നിലപാടാണ് BJP-ക്കുള്ളത്. പ്രേക്ഷകർ ഈ വിഷയത്തിൽ എന്ത് കരുതുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യ പ്രേക്ഷകൻ അജയ് കുമാർ കളമശ്ശേരിയിൽ നിന്നാണ് ശ്രീ അജയ് കുമാർ ചേരുന്നത്. ശ്രീ അജയ് കുമാർ എന്ത് കരുതുന്നു? ഈ സംപ്രേഷണം തടയാൻ കഴിയുമോ? ഹലോ. യെസ്, ഹലോ, കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? കേക്കാം. അജയ് കുമാറിന് എന്ത് തോന്നുന്നു? സംപ്രേഷണം തടയേണ്ടതുണ്ടോ? ഇത് ദൂരദർശനെ പോലൊരു ചാനല് ഇത് പ്രക്ഷോഭണം ചെയ്ത ഇത് ആരും അറിയാൻ പോവില്ലായിരുന്നു. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വൃത്തികെട്ട തന്ത്രമാണ്. എത്ര പേര് ദൂരദർശനിലെ സിനിമ കാണുന്നുണ്ട്? ഇവര് കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവൻ അറിയിക്കുന്ന അവരുടെ ഇടൻ അജണ്ടയുടെ ഭാഗമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുത്തുന്ന, ആശയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുത്തുന്നവര് ആർക്കും എന്തും കാണിക്കാം. അത് ഇഷ്ടമുള്ളവർ ഉൾക്കൊള്ളും, ഇഷ്ടമില്ലാത്തവർ ഉൾക്കൊള്ളൂല. അത്രേ ഉള്ളൂ. ഇതിനു വേണ്ടി കേരളത്തിലെ വർഗീയ കളവാക്കാനുള്ള ശ്രമം മാർക്സിസ്റ്റ് പാർട്ടി നിർത്തുന്നതാണ് നല്ലത്. യെസ്, വ്യക്തമാണ്. മുഹമ്മദ് എന്നൊരു പ്രേക്ഷകൻ മഞ്ചേരിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ മുഹമ്മദിന് എന്ത് തോന്നുന്നു? ഒരു ചലച്ചിത്രം വന്നാൽ തകരുമോ നമ്മുടെ സാമൂഹിക ഐക്യം? ഒരു ചലച്ചിത്രം വന്നാൽ തകരൊന്നുമില്ല. പക്ഷെ ഈ ചലച്ചിത്രത്തിനൊരു വ്യത്യാസമുണ്ട്. ഇത് അതില് കുറച്ച് വർഗീയം കലക്കിയിരിക്കണ്. അപ്പൊ ആ വർഗീയം കലക്കിയത് ആളും രണ്ട് മതസ്ഥരോ അല്ലെങ്കിൽ 3 മതസ്ഥരോ കാണുമ്പോൾ അവർക്ക് ചിലപ്പോ ഒരു പറ്റായിക ഉണ്ടാവും. ശ്രീ മുഹമ്മദ് ഈ ചിത്രം കണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഞാനിപ്പോ നിങ്ങളെ ഇതിൽ ചാനലിൽ കുറച്ചിങ്ങനെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നിയൊന്ന് കാണണം എന്നുള്ളത് മനസ്സിലായി. അപ്പൊ അത് ഇപ്പൊ തെരഞ്ഞെടുപ്പ് അടുപ്പിച്ചുണ്ടാക്കിയത് അതൊരു കുറുങ്കവസരത്തിനാണത്. അത് ഒഴിവാക്കുന്നതാണ് നല്ലതെന്നുള്ള എന്റെ അഭിപ്രായം. യെസ്, വ്യക്തമാണ്. രവിചന്ദ്രൻ പിള്ള കൊല്ലത്തുനിന്ന് വിളിക്കുന്നു. ശ്രീ രവിചന്ദ്രൻ പിള്ള, ഈ കേരള സ്റ്റോറി കണ്ടതാണോ? ശ്രീ രവീന്ദ്രൻ പിള്ള. നമസ്കാരം സാറേ. ഞാൻ കണ്ടില്ല. പക്ഷെ ഞാൻ ഈ ന്യൂസ് 8 കാണുന്ന ഇത് കാണുന്നുണ്ട്. പിന്നെ ഇന്ത്യയിൽ നമുക്കൊരു സംസ്കാരമുണ്ട്. ഇന്ത്യക്ക് ആ സംസ്കാരം നിലനിൽക്കുന്ന കാലം വരെ ഏത് സിനിമ വിപണിയിൽ ഇറങ്ങിയാലും ഏത് വർഗീയതകൾ നടന്നാലും ജനങ്ങളൊന്നും അതിലോട്ട് പോത്തില്ല. ഇപ്പം ഹിന്ദു സമുദായത്തിൽ ജനിക്കുന്നവര് ഹിന്ദുവിന്റെ ഒരു സംസ്കാരം കാണിക്കും, മുസ്ലിം സമുദായത്തിൽ ജനിക്കുന്നവര് ആ സമുദായത്തിന്റെ സംസ്കാരം കാണിക്കും. അതേ കണക്ക് തന്നെ ക്രിസ്ത്യൻ സമുദായം. അങ്ങനെ ഒരു പടം ഇറങ്ങിയെന്നും പറഞ്ഞ് വിപണിയിൽ അല്ലെങ്കിൽ പൊതുവേദിയിൽ അല്ലെങ്കിൽ തിയേറ്ററിൽ ഇറങ്ങിയെന്നും പറഞ്ഞ് നമ്മള് ഈ രാജ്യത്ത് ഒന്നും സംഭവിക്കത്തില്ല. അതേ കണക്ക് തന്നെ ഞാൻ കേരള ന്യൂസ് 8 എടുത്ത ഒരു കാര്യം പറയാമോ എനിക്ക്? പറഞ്ഞോ. നിങ്ങള് ന്യൂസ് 8 കഴിഞ്ഞ ആഴ്ച തൊട്ട് ഒരു 7-8 ദിവസം വരെ കോൺഗ്രസിന്റെ കാര്യം ചർച്ച നടന്നുകൊണ്ടിരിക്കുക. രാഹുൽ ഗാന്ധിയുടെ ഞാൻ ഇന്നലെ 2 വട്ടം വിളിച്ചപ്പം ബെല്ലടിച്ച് ഫോൺ എടുത്തില്ല. രാഹുൽ ഗാന്ധി വയനാട് വന്നേലി കൊടി കാണിക്കാൻ കോൺഗ്രസിന്റെ കൊടി കാണിച്ചാൽ മുസ്ലിങ്ങളെ കൊടി കാണിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് അവിടെ പരാജയപ്പെടുമെന്ന് പറഞ്ഞ് അങ്ങനെ പരാജയപ്പെടത്തില്ല. ഇന്ന് തന്നെ കണ്ടില്ലേ ഹൈക്കോടതിയുടെ റിപ്പോർട്ട് വന്നിട്ട് ഒരു അമ്മക്ക് കേരളത്തിലെ ഇത് പറയാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ. കാരണം വിഷയം അതല്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് അതിനെക്കുറിച്ച് അവർ കാണിക്കാത്തതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്. പരാജയപ്പെടില്ല എന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ പിന്നെ ആ കൊടിയൊക്കെ കാണിക്കുന്നതിൽ എന്തായിരുന്നു തടസ്സമെന്ന് ഞങ്ങളും ചോദിച്ചു. ലോകത്ത് ഈ കേരളത്തിൽ ഭരണകക്ഷിയുടെ വീഴ്ചകൾ ചർച്ച ചെയ്യാൻ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. അതെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. അതെല്ലാം ചർച്ച ചെയ്യുന്നതിന്റെ ഇടയിലാണല്ലോ ഈ കാര്യവും ചർച്ച ചെയ്യുന്നത്. ഹൈക്കോടതി ഇടപെട്ട് ഒരു കോഴിക്കോട് ഒരു IC-യിൽ പീഡിപ്പിച്ച ഒരു നേഴ്സിനെ അവിടെ തന്നെ പോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പം കേരളത്തിന്റെ അസമാനക്കേടാണ് ഈ ആരോഗ്യവകുപ്പ് മന്ത്രി. ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യവും നമ്മൾ ആ ICU വിഷയമൊക്കെ എത്രയോ തവണ നമ്മൾ ചർച്ച ചെയ്ത് അവിടുത്തെ കോഴിക്കോട് ഞങ്ങളുടെ ലേഖകൻ
അത് പ്രത്യേകം അവരെ കണ്ട് ആ വിഷയങ്ങൾ ചർച്ച ചെയ്തതാണ്. അതോടൊപ്പം തന്നെ അതിനുശേഷം അവിടെ ആ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയ്ക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്നിരുന്നു, അതും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം കവർ ചെയ്യുന്നുണ്ടെന്നേ. അപ്പോൾ ഒന്നും കവർ ചെയ്യാതിരിക്കുന്നില്ല. ഇന്ന് സത്യാഗ്രഹം കിടക്കുവാണ് അവര് സത്യാഗ്രഹം 5 ദിവസം കൊണ്ട് ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിട്ട് അവര് ഇന്നവിടെ സത്യാഗ്രഹം കിടക്കുക. 1 മാസം കൊണ്ട് അവര് ജോയിൻ ചെയ്യാൻ വേണ്ടി ഇപ്പം മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്ന പുനഃപരിശോധന നടത്തണം. അവർക്കെതിരെ കോടതി അവർ കേസ് ഫയൽ ചെയ്യാൻ പോകുന്നത്. കേരളത്തിലെ അഭിമാനക്കേടല്ലേ? കേരളത്തിലെ ജനങ്ങളെ ടാക്സ് മേടിച്ച് ഈ മന്ദിരത്തിലും താമസിച്ച് ഈ സ്റ്റേറ്റ് കാറിലും നടന്ന് ക്യാബിനറ്റ് റാങ്കുള്ള കേരളത്തിലെ സ്ത്രീകൾക്ക് അഭിമാനക്കേടാ ഈ മന്ത്രി. ഏതായാലും അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. പക്ഷേ നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്. വളരെ നന്ദി ശ്രീ രവീന്ദ്രൻ പിള്ള കൊല്ലത്ത് നിന്ന് വിളിക്കുക, അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. മോഹൻദാസ് എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട് ആലത്തൂരിൽ നിന്ന്. ശ്രീ മോഹൻദാസ്, ഇത് ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്ന് വേണമോ കരുതാൻ? ഈ സമയത്ത് ദൂരദർശനിൽ വരുന്നു, വന്നാൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല. ഇത് തിയേറ്ററുകളിൽ ഓടിയിട്ടും കേരളത്തിൽ വലിയ മതസ്പർദ്ധയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ഒരാൾ കൊണ്ടുവരാൻ നോക്കുന്നു, മറ്റേയാൾ എതിർക്കാൻ നോക്കുന്നു. ഇതെല്ലാം ഒരു തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണോ എല്ലാ നീക്കങ്ങളും എന്ന് ഞാൻ സംശയിക്കുകയാണ്. അങ്ങനെ ഉണ്ടോ? ഇവിടുത്തെ ഇടത് വലത് കക്ഷികൾ ഉണ്ടാക്കുന്ന സ്റ്റണ്ടാണ്, അല്ലാണ്ട് മറ്റു വേറൊന്നുമില്ല. ഈ സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത ഒരു ഡോക്യുമെന്ററിയാണത്. 1 മണിക്കൂർ ദൈർഘ്യമുള്ളത്, രാത്രി 8 മണി മുതൽ 9 മണി വരെ ഉള്ളത്. അത് ശരിയാണുള്ളത്. പിന്നെ ഞാൻ പോലും ഇത് ഇപ്പൊ കാണണമെന്ന് വിചാരിച്ചില്ല. ഇത് ഈ മറ്റേ തമ്മിൽ തല്ലി കണ്ടപ്പോ എനിക്കൊന്ന് കാണണമെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഇപ്പൊ ഈ ലോകം മുഴുവൻ കാണുന്നത്. അല്ലെങ്കിൽ ആരും ചിലപ്പോ കാണില്ല. പിന്നെ വേറൊരു കാര്യം, പ്രസാരഭാരതി ബില്ല് വന്നത് വേണ്ടിയിട്ട് ഈ ദൂരദർശൻ സ്വയംഭരണ സ്ഥാപനമാണ് ഇപ്പോ. അപ്പൊ അവർക്ക് ഇതൊക്കെ പ്രദർശിപ്പിക്കുന്ന എന്താ കുഴപ്പം? പിന്നെ അത് മാത്രമല്ല, ഈ നമ്മുടെ ഈ ഇലക്ട്രൽ ബോണ്ട് ഇതിന് വേണ്ടിയിട്ട് CPM-ഉം DSP ഇവരൊക്കെ കൂടി സുപ്രീം കോടതിയിൽ കൊണ്ട് കേസ് കൊണ്ട് കൊടുത്തു. ഈ സിനിമയ്ക്കെതിരെ ഹൈക്കോടതിയിൽ ഏതോ ഒരാളെ കൊണ്ട് കൊടുക്കുന്നത്, ഇവരാരും കൊടുത്തിട്ടില്ല. അത് ഈ 11th അവറിൽ ഈ സാധനം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യുന്ന എനിക്കും തോന്നുന്നില്ല. അതുകൊണ്ടാണ് അവർ കൊടുത്തായിരുന്നത്. ഏതായാലും വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ബാലകൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ വടകരയിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ശ്രീ ബാലകൃഷ്ണൻ, അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ ചൂട് പിടിക്കുകയാണോ? വടകരയിൽ വാശിയേറിയ മത്സരമാണെന്ന് തോന്നുന്നല്ലേ? നമസ്കാരം സാർ. നമസ്കാരം. എന്താണ് ഈ അതെയോ? അപ്പോ എനിക്ക് പറയാനുള്ളത്, ഇവിടെ ആരെന്ത് പ്രക്ഷേപണം ചെയ്യണമെന്ന് തിട്ടൂരയ്യ DYFI ആരാ? അല്ല, അവർക്ക് അവരുടെ അഭിപ്രായം പറഞ്ഞോട്ടെ, തെറ്റുണ്ടോ? സുപ്രീം കോടതിയാണോ? അല്ല, അവരുടെ ഒരു അഭിപ്രായം പറഞ്ഞോട്ടെ, ഇത് പ്രക്ഷേപണം ഞാൻ ചെയ്യരുത്. ചോദിക്കട്ടെ സാർ, ഇന്ത്യയിൽ 1% വോട്ടില്ലാത്ത ഇവർ ദേശീയ തെരഞ്ഞെടുപ്പ് തന്നെ എന്തടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്? ഇതവിടെ നിൽക്കട്ടെ ഈ വിഷയം. ദേശീയ തെരഞ്ഞെടുപ്പിൽ ഇവർക്കെന്താ പ്രസക്തി? ഇന്നിപ്പോ മാഹി പ്രദേശത്ത് എന്റെ ഭാര്യയുടെ കണ്ണോപ്പറേഷനായിട്ട് വന്നിട്ട് വരുവാണ് സാർ. അവിടെ കോൺഗ്രസിനെതിരായിട്ടാണ് CPM ഇവിടുത്തെ മാഹി ഉൾക്കൊള്ളുന്ന പ്രദേശത്ത്. അതേസമയത്ത് പോണ്ടിച്ചേരിയിൽ കോൺഗ്രസും CPM ഒന്നിച്ചാണ് മത്സരിക്കുന്നത്. സാർ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഞാനിപ്പോ അതിശയപ്പെട്ടു പോയി. ഞാൻ മാഹി പ്രദേശത്തുകൂടി ഇപ്പൊ 1 മണിക്കൂറിൽ കടന്നു വന്നു. അവിടെ ഏതോ ഒരു റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് പിന്തുണ കൊടുത്തിരിക്കുക. കാരണം എന്താണെന്നറിയോ? അപ്പുറവും ഇപ്പുറവും വടകര മണ്ഡലത്തിൽപ്പെട്ട പ്രദേശമാണ്. അപ്പോ ഈ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ ഇവർ ഉദ്ദേശിക്കുന്നത്? ഇവരൊരു തിട്ടൂരിറക്കിയ രാജ്യത്തിന്റെ പ്രശ്നം ഉണ്ടാവുന്ന അവരെ വിചാരം. കോഴിക്കോട്ട് കടപ്പുറത്ത് 1000 കോടി കണ്ട DYFIക്കാർ ധാരണ ഇന്ത്യ രാജ്യം മുഴുവൻ DYFIക്കാർ കുത്തകയാണ്. അല്ല, അവരും അവരുടെ അഭിപ്രായം പറയട്ടെ. അഭിപ്രായം പൊന്ന് തൂക്കുന്നിട്ട് പൂച്ചക്കെന്ത് കാര്യമെന്ന് ചോദിച്ച പ്രസക്തിയാണ് ദേശീയ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ പ്രസ്ഥാനം കിട്ടുന്നത്. അല്ലാതെ എന്താ സാർ ഇവിടെ രാജ്യത്ത് നടക്കാൻ പോകുന്നത്? കോൺഗ്രസ് പറയട്ടെ ദേശീയ രാഷ്ട്രീയം, അത് ഞങ്ങൾ അംഗീകരിക്കാം. ഭാരതീയ ജനതാ പാർട്ടിയെ എതിർക്കുവാൻ കേരളത്തിൽ CPM-ന് സാധിക്കും എന്ന് പറഞ്ഞാൽ അത് ഭൂലോക ഭംഗത്തരം എന്നല്ല എന്താ സാർ പറയാ? അപ്പൊ അതുകൊണ്ട് DYFI-ന്റെയും CPM-ന്റെ തിട്ടൂരൊന്നും കേരളത്തിൽ വേണ്ട. കാരണം ഇത് യൂണിയൻ മിനിസ്ട്രിയാണ്. പല പ്രാവശ്യവും ഞാൻ പറഞ്ഞ യൂണിയൻ മിനിസ്ട്രി റോളിട്ടാൽ അതാണ് രാജ്യത്ത് നടപ്പാവും. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശിവജി എന്നൊരു പ്രേക്ഷകൻ തൃശ്ശൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ശിവജി, ഈ ചിത്രത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? മനുസാരെ വല്ലപ്പോഴേ വിളിച്ചാൽ കിട്ടാറുള്ളൂ. 1 മിനിറ്റ് തരണേ. പിന്നെ അതായത് ഈ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് വയനാട് പോത്ത് കുത്തിച്ചത്തു, ആന കുത്തിച്ചത്തു,
സിദ്ധാർത്ഥന്റെ പ്രശ്നം വന്നു, ഇവിടെ കടലോരത്ത് വെള്ളപ്പൊക്കം ഉണ്ടായി. നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ആൾ വാ തുറന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം 1 മണിക്കൂർ മാത്രമേ ഞാൻ ഇവിടെ പത്രസമ്മേളനം നടത്തുള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങൾ പത്രക്കാരോട് നിഷ്ഠൂരം കാണിച്ചതും ഒക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ആ മനുഷ്യൻ മുസ്ലിങ്ങളെ ഹിന്ദുക്കളെയും തെറ്റിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നുകൊണ്ട് കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്ന അയാൾക്ക് വാ തുറന്നു. എന്തും മനുഷ്യൻ അയാള്. 2-3 ഇന്നിപ്പം പാർട്ടി സെക്രട്ടറി പറഞ്ഞ കേട്ടോ നിങ്ങള്, ഇത് എന്തിനു വേണ്ടിയാന്നാ പറഞ്ഞേ? ഇങ്ങനെ വർഗീയത പറഞ്ഞ് എന്തിനാണ് DYFI SFI അവരാ ചെറുക്കനെ തല്ലിക്കൊന്നു, അതുപോരാ. എന്നിട്ട് ഇപ്പൊ നിങ്ങളുടെ ഇത് കാണിച്ചുകൊണ്ടിരിക്കുക യുവമാർ മുന്നോട്ട് ഓടുന്നത്. ഷിജു ഖാൻ പോയി അതിന് മുമ്പിലിരിക്കുന്നു. ആ മനുഷ്യന്റെ ചരിത്രം നിങ്ങൾക്കറിയാമല്ലോ, ചാനലിലൊക്കെ വന്നിരുന്നത് പുള്ളി ഇതൊക്കെ അടിക്കണ്ടാലും മറ്റേ ആ കുട്ടിയുടെ കഥയൊക്കെ നമുക്കറിയാമല്ലോ. എന്നിട്ട് ഈ മനുഷ്യന്മാര് പോയിട്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ വാക്കും പറഞ്ഞ് ഇവര് എന്തൊക്കെ ഇവിടെ ഇപ്പൊ എവിടെ പോയി ഇവര് ആവിഷ്കാര സ്വാതന്ത്ര്യം? ഒരു സിനിമ ഇറങ്ങിയ അതെ ഇഷ്ടമുള്ളവർ, അവർക്ക് ഇഷ്ടമില്ല കാണണ്ടെന്നേ, ഇഷ്ടമുള്ളവർ കാണട്ടെ, ഇവർക്ക് ഇഷ്ടമില്ല ഇവര് കാണണ്ട. ഇവർക്ക് എന്താണ് ഇത് തടയാൻ അവകാശം? 28 സംസ്ഥാനം ഉള്ളിടത്തും 6-7 കേന്ദ്രഭരണ പ്രദേശമുള്ളത് ഇഷ്ടാവട്ടത്തിൽ കിടക്കുന്ന ഈ കേരളത്തിൽ കിടന്നിട്ട് ഞാഞ്ഞൂലുകളെ പോലെ അങ്ങോട്ട് പൊളയ്ക്കാണ്. എന്താ? പല്ലു കൊടുക്കാൻ ആളില്ലാത്തതുകൊണ്ടാ. ഈ DYFI ഇങ്ങനെ മുന്നോട്ട് പോയാൽ അത് കേരളത്തിൽ ഉണ്ടാക്കുന്ന ദുരന്തം വളരെ വളരെ വലുതായിരിക്കും കേട്ടോ. വ്യക്തമാണ്. ഏതായാലും താങ്കൾക്ക് ഞാൻ നല്ല സമയം നൽകി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വീണ്ടും തുടർന്ന് വിളിക്കുക, കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് വിളിക്കാതിരിക്കരുത്. വളരെ നന്ദി അവിടെ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തേൻ. പത്മകുമാർ എന്നൊരു പ്രേക്ഷകൻ തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുന്നുണ്ട്. ശ്രീ പത്മകുമാർ, ഒരുപക്ഷെ ദൂരദർശൻ ഇത് സംപ്രേഷണം ചെയ്താൽ പോലും അങ്ങനെ ശ്രദ്ധിക്കപ്പെടാതെ പോകുമായിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത് വിവാദമാകുന്നത്. ഇപ്പോൾ കൂടുതൽ ആളുകൾ ഇത് കാണാനിടയാകും എന്നതാണോ സാഹചര്യങ്ങൾ വഴിവെക്കുന്നത്? അതെ സാർ, അതെ 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 അതെ. ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല സാർ. ഇന്ന് കാണാൻ ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല, പക്ഷെ എനിക്ക് കാണണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് ശരി. ഈ സിനിമ ദൂരദർശനിൽ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും രാജ്യത്തുള്ള എല്ലാ ജനങ്ങളും, നമ്മളെ കേരളത്തിലുള്ള, പ്രത്യേകിച്ച് കേരളത്തിലുള്ള എല്ലാവരും കാണാം. നമ്മള് എന്തിനാണ് ഇത്ര പേടി? എന്താണ് സാർ, എന്തിനാണ് പേടിക്കുന്നത്? ഒരു സിനിമ വന്നാൽ എന്താണ് സംഭവിക്കാൻ പോണ കേരളത്തില്? ഒരു എല്ലാരും കാണൂലേ, ഒരു സിനിമയ്ക്ക് എന്താണ് കുഴപ്പം? പക്ഷേ ഇത് ഒരുപാട് പേര് കിടന്ന് ത്യാഗം ചെയ്തിട്ടില്ല ഓരോ സിനിമ ഉണ്ടാക്കണത്. ആ സിനിമയ്ക്ക് എന്താണ് കുഴപ്പം? രാഷ്ട്രീയക്കാർക്ക് എന്താണ് ഇതിന്റെ അകത്തുള്ള വിഷയം? ഏതായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ദാസൻ എന്നൊരു പ്രേക്ഷകൻ കണ്ണൂരിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ശ്രീ ദാസന് എന്ത് തോന്നുന്നു? ഈ ചലച്ചിത്രം നമ്മുടെ സുദീപ് തോസൻ സ്വന്തം ആയി തിരക്കഥ എഴുതി അദ്ദേഹം സംവിധാനം ചെയ്ത ഈ ചിത്രത്തെ ശ്രീ ദാസൻ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതെ, ഇപ്പോ ഈ എതിർക്കുന്ന തീർത്തും തെറ്റല്ലേ? സെൻസർ ബോർഡിന്റെ അംഗീകാരം കിട്ടി ടാക്കീസില് എല്ലാ ടാക്കീസും പ്രവേശിച്ചിട്ടും ഒരു കുഴപ്പമില്ലല്ലോ. ഇതൊക്കെ വെറുതെ ഈ നാട്ടിലെ ഈ വർഗീയ കലാപം ഉണ്ടാക്കുന്ന രാഷ്ട്രീയക്കാർ തന്നെയാണ്. ഞാൻ ഈ രാഷ്ട്രീയക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യുന്നത് അടുത്ത തലമുറയോട് ചെയ്യുന്ന ഭയങ്കര ക്രൂരതയാണ്. കാരണം ഇനി വരുന്ന മക്കളെ നിങ്ങൾ ജീവിക്കാൻ പറ്റും. നിങ്ങളെ സുഖ സൗകര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ഈ ഒന്നാമത് ദൂരദർശനം ആരും മിക്കവാറും ആൾ കാണുന്നതന്നെയല്ല, ഇതാരും അറിയാനില്ല. ഇപ്പൊ ഇവർ വിവാദമാക്കിക്കൊണ്ട് മുഴുവൻ ജനങ്ങളും കാണുക. ഇപ്പോ സിനിമാ ടാക്കീസ് ഓടിയിട്ട് എവിടെയെങ്കിലും അടിയോപ്പെട്ട് കേരളത്തിൽ ഉണ്ടായതോ? കേരളത്തിൽ ഒരു വർഗീയതയില്ല. ഈ വർഗീയത ഈ രാഷ്ട്രീയക്കാർ 10 വോട്ടിന് വേണ്ടിയിട്ട് ഇവരുണ്ടാക്കുന്ന വർഗീയതയാണ്. ഈ നാട്ടിലെ ജനങ്ങളോട് ഇനിയെങ്കിലും നിങ്ങൾക്ക് അല്പവും കൂറുണ്ടെങ്കിൽ ഈ പരിപാടി നിങ്ങൾ പിന്മാറി ഈ വർഗീയമായിട്ട് ചിന്തിക്കുകയും ചെയ്യണം. നിങ്ങൾ ആ വാക്ക് ഉപയോഗിക്കല്ല. ഈ വർഗീയത എപ്പോ വർഗീയത പറഞ്ഞിട്ട് ഈ നാട് നശിപ്പിക്കല. അടുത്ത കുട്ടികളൊക്കെ ജീവിച്ചോളൂ സുഖമായിട്ട്. വ്യക്തമാണ് ശ്രീ ദാസന്റെ അഭിപ്രായം. ഡേവിഡ് എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്. ശ്രീ ഡേവിഡ് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാനിപ്പോ ജാംനഗറിലാണല്ലോ. ഡേവിഡ് വിജയ്. എനിക്ക് മനസ്സിലായി. ഇപ്പോൾ ജാംനഗറിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ഏതായാലും വളരെ സന്തോഷം. ജാംനഗറിൽ എത്തിയിട്ടും പൊതുവേദി കാണുന്നുണ്ടല്ലോ, വളരെയധികം സന്തോഷം. ശ്രീ ഡേവിഡിന് എന്ത് തോന്നുന്നു? ഞാൻ ഈ പടം എറണാകുളത്ത് പല തിയേറ്ററുകളിലും കാണാൻ ശ്രമിച്ചിട്ട് പറ്റാഞ്ഞിട്ട് അതിന്റെ മുകളിൽ എന്താ സെൻട്രൽ സ്ക്വയർ മാളിന്റെ മുകളിൽ അതിന്റെ ഹിന്ദി വെർഷനാണ് കണ്ടത്. അപ്പൊ അത് കുഴപ്പമില്ല, ഹിന്ദി അത്യാവശ്യം മനസ്സിലാവും. ഏതായാലും അതിന്റെ ബേസിക് സബ്സ്റ്റൻസ് മനസ്സിലാവും. ഇത് നിരോധിക്കണം എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. കാരണം അങ്ങനെയാണെങ്കിൽ കുറച്ചു വർഷം മുമ്പ് മണിരത്നം ബോംബെ എന്ന് പറഞ്ഞ ഫിലിം ഇറക്കി. അതില് ശരിക്കും അത് ബാൽ താക്കറെ എന്ന് പറഞ്ഞ ആളാണെന്ന് എല്ലാവർക്കും അറിയാം. അന്ന് അവിടെ കുത്തിപ്പൊക്കി ഇത് അങ്ങനെ ഒരു പ്രതിരൂപം, ഒരു പൊന്തിയ പല്ലുമൊക്കെ ആയിട്ട് ഇവരെ ഇസ്ലാമിനെതിരെ സംസാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇന്നാണെങ്കിൽ ആ ഫിലിം നിരോധിക്കണം എന്ന് പറയണമായിരുന്നു. അത് ശരിയല്ല പറയുന്നത്. എന്തും ആവിഷ്കാര സ്വാതന്ത്ര്യം ആരുടെ ഉണ്ടായിക്കോട്ടെ. പിന്നെ മാത്രമല്ല, കുറച്ച് നാൾ മുമ്പ് എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് കിട്ടി. അതൊക്കെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ പ്രചരിപ്പിക്കേണ്ടത്. അല്ലാതെ മുസ്ലിങ്ങളെ മൊത്തം വെറുക്കാനൊന്നും ഇടയാവില്ല. ഹസൈനാർ എന്ന് പറഞ്ഞിട്ടൊരാള്, ഒരു അമ്മൻ കൊടോ എന്തോ ഒരു കൊടോ, എനിക്ക് അത്രയ്ക്ക് ക്ഷേത്രാചാരങ്ങളെ പറ്റി
അറിവില്ല, തലയിൽ കുറെ കുടം വെച്ച് കിടന്ന് തുള്ളുന്നത്. ഇവരെന്തോ ഒരു അസുഖം മാറിയിട്ട് ഒരു പ്രസിദ്ധ ക്ഷേത്രത്തിൽ അവിടുത്തെ എന്താ ക്ഷേത്രം എന്നൊന്നും എനിക്ക് അത്ര പിടിയില്ല, അപ്പൊ അത് ഞാൻ സൂക്ഷിച്ചിട്ടില്ല. പക്ഷെ ഞാൻ പലർക്കും ഫോർവേഡ് ചെയ്തു, ഇതായിരിക്കണം കേരളം, ഇതാണ് കേരളം എന്ന് പറഞ്ഞ കൂട്ട്. അപ്പോ അതിൽ അർത്ഥമൊന്നുമില്ല. ഈ കാരണം മൊത്തങ്ങൾ അവരെ ആക്ഷേപിക്കുന്നില്ലല്ലോ. ഇപ്പൊ സാദിഖലി തങ്ങൾ തന്നെ പണ്ട് ഈ സംഭവം ഉണ്ടായപ്പോ പറഞ്ഞതാണ്, ഇങ്ങനെ തീവ്രവാദം തുടങ്ങിയപ്പോ ഇസ്ലാമിക് യൂത്ത്, അതായത് അവരുടെ യുവജനങ്ങൾ ഇങ്ങനത്തെ തീവ്രവാദ സംഘടനകളിലൊന്നും ചേരരുതെന്ന്. അദ്ദേഹത്തെ പോലെ ബഹുമാന്യനായ ഒരു മനുഷ്യൻ അന്ന് അതിന്റെ യൂത്ത് നേതാവ്, ഇപ്പം മുസ്ലിം ലീഗിന്റെ അദ്ദേഹത്തിന്റെ എന്താണ് ജനറൽ സെക്രട്ടറി എന്തോ ആണ്. അന്ന് യൂത്ത് ആയിരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ട് കേൾക്കാത്തവര്, അപ്പൊ അവർ അനുഭവിച്ചിട്ട് അവർ തുറന്നു കാണിക്കുന്നു എന്നേ ഉള്ളൂ. ഇതിൽ എന്താ വർഗീയതയുള്ളത്? വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ജാംനഗറിൽ നിന്ന് വിളിച്ച് പൊതുവേദിയിൽ അഭിപ്രായം പറഞ്ഞതിന് വളരെയധികം നന്ദി. ഷിജിത്ത് എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നു. ഷിജിത്ത് കോഴിക്കോട് ജില്ലയിൽ നിന്നാണോ വിളിക്കുന്നത്? ഹലോ, ഷിജിത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? കോഴിക്കോട് നിന്നാണോ? കോഴിക്കോട് ജില്ലേന്റെ ലാസ്റ്റ് പഞ്ചായത്ത് അഴിയൂർ. അഴിയൂർ, കോഴിക്കോടാണോ കണ്ണൂരാണോ എന്ന് പലപ്പോഴും സംശയം തോന്നുന്ന ഒരു സ്ഥലമാണ്. അറിയാം, ഞാനവിടെ വന്നിട്ടൊക്കെ ഉണ്ട്. അത് വളരെ നല്ല സ്ഥലമാണ്. വളരെ അധികം ആളുകൾ, നല്ല ആളുകളാണ് അവിടെ. ആളുകളെയൊക്കെ പരിചയപ്പെടാനൊക്കെ അവസരം കിട്ടി. അവിടെ ഒരു ബൈപ്പാസിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒക്കെ വരാൻ കഴിഞ്ഞു. പിന്നെ അവിടെ ഒരു ആളെ ആക്രമിക്കുന്ന ഒരു സംഭവം, ആരോ അന്ന് അവിടെ സെക്യൂരിറ്റി ഗാർഡിനെ മറ്റും ആക്രമിച്ചൊരു സംഭവം ഉണ്ടായി. അങ്ങനെ 2-3 കാര്യങ്ങൾക്കായി ആ പ്രദേശത്ത് വരികയും ആളുകളൊക്കെ ആയിട്ട് കാണാനൊക്കെ അവസരം ലഭിച്ചു. ഏതായാലും ഷിജിത്തിന് എന്തു തോന്നുന്നു? ശ്രീ ഷിജിത്ത്, ഇപ്പോൾ വലിയ പരാതി ഉയർന്നിരിക്കുകയാണ് സിനിമയ്ക്കെതിരെ. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലൊക്കെ എത്തിക്കഴിഞ്ഞു. എന്തു തോന്നുന്നു ശ്രീ ഷിജിത്തിന്? 100% ജനങ്ങളെല്ലാം കാണേണ്ട സിനിമയല്ലേ ഇത്. TP 51 വെട്ട് എന്തുകൊണ്ട് ഇവർക്ക് ഡിവൈഎഫ്ഐക്കാർക്ക് കാണാൻ പറ്റുന്നില്ല? അല്ലെ, അവര് കാണുന്നില്ല, കാണേണ്ട ആൾക്കാരുണ്ടല്ലോ, അവർക്ക് എല്ലാവർക്കും കണ്ടൂടെ? എല്ലാവരും കാണേണ്ടവർ കാണട്ടെ അല്ലേ? കാണേണ്ടവർ കാണട്ടെ. ഡിവൈഎഫ്ഐ ആകെ ഇന്ത്യയിൽ ആകെ 1% ഓലെന്തിനാ ഇതിനെ എതിർക്കേണ്ട ആവശ്യം? യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അഴിയൂർ നിന്നാണ് ഷിജിത്ത് വിളിച്ചത്. ഒരു പ്രേക്ഷകൻ തൃശ്ശൂരിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ശ്രീ സുരേന്ദ്രൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സുരേന്ദ്രന് എന്ത് തോന്നുന്നു? ഈ വിവാദമൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിലുള്ളത് കൊണ്ടാണോ ശ്രീ സുരേന്ദ്രൻ? നമസ്കാരം സാറേ. എനിക്ക് തോന്നുന്നത് ഇത് ഈ സ്റ്റോറി, ഈ കേരള സ്റ്റോറി എന്നല്ല, ഒരു 4-5 സ്റ്റോറികൾ ഇതുമാതിരിയുള്ളത് പ്രദർശിപ്പിച്ചോട്ടെ എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഇതിപ്പോ സ്റ്റോറി കാണുന്നവർ കണ്ടാൽ മതി, അതിനെ പ്രതിഷേധിക്കാനും അവകാശമുണ്ട്. നമുക്ക് ജനാധിപത്യ രാജ്യത്തിൽ അതിനെ പ്രതിഷേധിക്കാൻ അവർക്ക് പറ്റാത്ത പാങ്കളിനെ പ്രതിഷേധിക്കാം. പക്ഷെ ഈ കവർ സ്റ്റോറി, ഈ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നതോട് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം അത് കണ്ടവർ കണ്ടാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതിനോടൊപ്പം തന്നെ ദൂരദർശനിലാണല്ലോ ഇപ്പൊ ദൂരദർശൻ ഇപ്പൊ ഉണ്ടോ എന്നുള്ള അറിയില്ല. അതുപോലെ BSNL ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ ഉണ്ടെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായി. അപ്പൊ ഈ ദൂരദർശൻ ഉള്ളത് കണ്ട് എനിക്ക് പെട്ടെന്ന് പറയാനുള്ളത്, ഒരു ഡോക്യുമെന്ററി മണിപ്പൂരിനെ പറ്റി ഒരു ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചാൽ നന്നായിരിക്കും. അതുമാതിരി തന്നെ കർഷക സമരം, തൊഴിലില്ലായ്മയുടെ രൂക്ഷമായ ഒരു ഭാഗമാണ് നമ്മൾ പാർലമെന്റിൽ കയറിയിട്ട് യുവാക്കൾ ചെയ്ത. അതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷെ തൊഴിലില്ലായ്മ വളരെയധികം നിൽക്കുന്നുണ്ട്. ഇപ്പൊ നാഷണൽ ഇലക്ഷൻ ആണല്ലോ, ഇവിടെ രാജ്യത്തിന്റെ ഇലക്ഷനാണല്ലോ നടക്കുന്നത്. അപ്പൊ ഇക്കാര്യങ്ങളാണ് ഈ ദൂരദർശനിലെ പോലുള്ള ഇത് ചർച്ച ചെയ്യേണ്ടത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളും കൂടി ചർച്ച ചെയ്യണം. കാരണം ദൂരദർശൻ ഉണ്ടെന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് സംഗതി മനസ്സിലായത്. പറ്റുമെങ്കിൽ നമ്മുടെ എല്ലാ കേരളീയ ഈ ചാനലുകൾ, നിങ്ങളുടെ അടക്കം ചാനലില് ഈ 8 മണി തൊട്ട് ഇത് സംപ്രേഷണം ചെയ്യണം. ആവശ്യമുള്ളവർ കണ്ടാൽ മതി. കാരണം ഇപ്പൊ ഈ തല്ല് നടക്കുന്ന സമയമാണെന്നാണ്, ഈ ദൂരദർശനിൽ ഏറ്റവും കൂടുതൽ തല്ല് നടക്കുന്ന സമയമാണ് ഈ കേരള സ്റ്റോറി. അപ്പൊ ആ സമയത്ത് ജനൻ TVയിലും എല്ലാ ചാനലുകളും ഇതൊക്കെ വെക്കുക. എന്റെ അഭിപ്രായം ഇതാണ്. എല്ലാവരും കൂടി കാണട്ടെ. ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ള ഭാഗം സ്വീകരിക്കുക, അല്ലാത്ത തള്ളിക്കളയട്ടെ. അതാണ് എന്റെ അഭിപ്രായം. യെസ്, വ്യക്തമാണ്. അമ്പിളി എന്നൊരു പ്രേക്ഷകൻ വടകരയിൽ നിന്ന് ചേരുന്നുണ്ട്. എന്ത് തോന്നുന്നു ഈ വിവാദങ്ങളൊക്കെ കേട്ടിട്ട്? ഹലോ, ശ്രീമതി അമ്പിളിക്ക് ഈ വിവാദങ്ങളൊക്കെ കേട്ടിട്ട് എന്ത് തോന്നുന്നു? മണിമലയിൽ നിന്നാണോ വിളിക്കുന്നത്? അതെ 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 അതെ. എല്ലാ സമുദായത്തിലും നല്ല ആൾക്കാരും തീവ്രവാദമുള്ളവരും ഉണ്ട്. അപ്പം മുസ്ലിങ്ങളിലെ തീവ്രവാദികളെ അവര് തന്നെ പുറന്തള്ളിക്കൊണ്ട് ഇടത്തും വലതും ചെയ്യുന്ന ദ്രോഹങ്ങൾ മനസ്സിലാക്കാനായിട്ട് അവർ ശ്രമിക്കണം എന്തായാലും. പിന്നെ ദൂരദർശൻ എന്ന് പറയുന്ന ചാനലിന് റേറ്റിംഗ് കുറവായിരുന്നെങ്കിൽ ഇപ്പൊ അത് നല്ല രീതിയിൽ റേറ്റിംഗ് ഉണ്ടാകാൻ ഒരു കാരണവുമായി. ഈ സിനിമ വരുന്നതോടുകൂടി കൂടുതൽ ആളുകൾ ദൂരദർശനിലേക്ക് തിരിയുമെന്നാണ് ശ്രീമതി അമ്പിളി കരുതുന്നത്. ഇപ്പൊ വിളിച്ചതിനകത്ത് 100% പേര് ഇതുവരെ കണ്ടിട്ടില്ല, കാണണമെന്നില്ലായിരുന്നു, പക്ഷെ ഇനി കാണണമെന്നാണല്ലോ എല്ലാവരും പറഞ്ഞത്. അപ്പൊ അതിനകത്ത് നല്ലത് ഉൾക്കൊള്ളുക, മോശമായത് തള്ളിക്കളയുക എന്നാണ് ശ്രീമതി അതെ അതെ അതെ. മുസ്ലിങ്ങൾ എന്തായാലും ഇടതും വലതും വിരോധം ഇവരെ മുസ്ലിങ്ങളെ
നല്ലതിന് വേണ്ടിയിട്ടാണോ എന്ന് അവര് ചിന്തിക്കണം. അവര് ചിന്തിക്കാൻ നല്ല ആൾക്കാരുണ്ടല്ലോ, ധാരാളം ഉണ്ടല്ലോ മുസ്ലിങ്ങളിൽ. അവര് മനസ്സിലാക്കണം എന്തായാലും ഇത്. ശരി, ഏതായാലും വ്യക്തമാണ് ശ്രീമതി അമ്പിളിയുടെ പ്രതികരണം. വയനാട്ടിൽ നിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്, ശ്രീ സുരേഷ്. സുരേഷ്, വയനാട്ടിലെ വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ കൊഴുകുകയാണ്. രാഹുൽജി കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി അവിടെ എത്തി. പിന്നെ മറ്റ് 2 സ്ഥാനാർത്ഥികളും മാനി രാജയും സുരേന്ദ്രനും എല്ലാം കളം പിടിച്ച് നിൽക്കുകയാണ്. അവിടെ ഭയങ്കര തെരഞ്ഞെടുപ്പ് ചൂടാണ് അല്ലേ? അതിന് ലോകശ്രദ്ധ നേടിയ ഒരു സ്ഥലമാണ് വയനാട്. എല്ലാം കൊണ്ടും മൃഗങ്ങളുടെ ശല്യം കൊണ്ടാണെങ്കിലും ദാരിദ്ര്യം കൊണ്ടാണെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണെങ്കിലും എല്ലാം കൊണ്ടും ലോകശ്രദ്ധ നേടിയ ഒരു ജില്ലയാണ് വയനാട്. ശ്രീ സുരേഷ് പ്രചരണ രംഗത്തുണ്ടോ, പൊതുപ്രവർത്തന രംഗത്തുണ്ടോ? ഇല്ല. വയനാടില് ശരിക്കും പറഞ്ഞ ഇവിടുത്തെ ജനങ്ങളെ വിട്ടിയാക്കിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി ആണെങ്കിലും ആനിരാജി ആണെങ്കിലും സുരേന്ദ്രനാണെങ്കിലും ഇവിടെ ജനങ്ങളുടെ വോട്ട് മേടിക്കുന്നത്. വെച്ചാൽ വയനാടിന് സ്വന്തമായിട്ടൊരു മെഡിക്കൽ കോളേജ് എന്നുള്ള പേര് വരെ ഉള്ളൂ, അല്ലാതെ അവിടെ ഒരു ചികിത്സാ സംവിധാനം പോലും ഇല്ല. താലൂക്ക് ആശുപത്രിയുടെ സൗകര്യങ്ങളേ ഉള്ളൂ അല്ലേ? ഉള്ളൂ. ഇവിടെ ഒരു എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് 100 കിലോമീറ്റർ ചുരം ഇറങ്ങിയിട്ട് ചുരത്തിൽ ബ്ലോക്കാണ് അവന്റെ ജീവൻ തീർന്നു. അങ്ങനെയുള്ള ഒരു സ്ഥലത്തു നിന്നാണ് ഇവര് വോട്ട് മേടിച്ചിട്ട് പോയിട്ട് ഈ വയനാടിന്റെ ആരോഗ്യ മേഖലയ്ക്ക് പോലും ഒരു സംരക്ഷണം നൽകാതെ പിന്നെ വാദോരാതെ സംസാരിക്കുന്നത്. ഇപ്പൊ ഏതായാലും നമുക്ക് ആ വിഷയം ഇതായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വരാം. നമ്മുടെ ഈ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നതിനെ കുറിച്ച് ശ്രീ സുരേഷിന് ചുരുങ്ങിയ വാക്കുകളിൽ എന്താണ് പറയാനുള്ളത്? അതെ സാറേ, അതെ, സിനിമ ഏത് കണ്ടോട്ടെ, ഏത് സിനിമ ഇറങ്ങിക്കോട്ടെ, അതിനോർത്തോട്ട് കേരളത്തിലെ ജനങ്ങള് വിഡ്ഢികളൊന്നുമല്ലല്ലോ. കേരളത്തിലെ ജനങ്ങൾ അറിവും ബോധവും വിവേകമുള്ള ആൾക്കാരാ. ഒരു സിനിമ ഇറങ്ങിയെന്നോർത്തോണ്ട് എങ്ങനെയാ നമ്മള് വഴി മാറി ചിന്തിക്കുന്നത്, മോശക്കാരനാകുന്നത്? ഒരിക്കലും സൗഹൃദം നഷ്ടമാകില്ല എന്നാണ് താങ്കൾ പറയുന്നത്. വളരെ വ്യക്തം. രാജൻ എന്നൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്. വളരെ നന്ദി സുരേഷ് അവിടെ നിന്ന് വിളിക്കുക അഭിപ്രായം പറഞ്ഞതിനും. ശ്രീ രാജൻ കൊല്ലത്തു നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ രാജൻ, എന്തു തോന്നുന്നു ശ്രീ രാജന്? ഈ സിനിമ തടയേണ്ടതാണോ? സാറേ, എന്തെല്ലാം സംഭവിച്ചാലും ഉടനെ ഈ CPM-ന്റെ തലയിലോട്ടെന്താ ഈ മുമ്പ് വിളിച്ചോടൊക്കെ കയറുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. കെ സുധാകരനും നമ്മുടെ സതീശനും പറഞ്ഞു കഴിഞ്ഞു ഇത് പ്രദർശിപ്പിക്കാൻ പാടില്ല, കേരളത്തിന് മതസൗഹാർദ്ദം തകർക്കുന്നതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. മാത്രമല്ല 6 മണിക്ക് KSUക്കാര് പിന്നെ ജാഥ നടത്താൻ പോവാ ദൂരത്തിലേക്ക്. ഈ വിളിക്കുന്നവർ മുഴുവൻ CPM-ന്റെ തലയിലോട്ടാണ് കയറുന്നത്. അവര് മാത്രമല്ല ഇത് പറഞ്ഞേക്കുന്നത്, BJP മാത്രമേ സപ്പോർട്ട് ചെയ്തുള്ളൂ. ഒരു കാര്യം ചെയ്യട്ടെ, ഗുജറാത്തില് 8,000-ഓളം മുസ്ലിങ്ങളെ തല്ലിക്കൊന്നു. അതുപോലെ തന്നെ ഷാബാനു കേസിലെ ആൾക്കാരെ എല്ലാം വെറുതെ വിട്ടായിരുന്നു. സുപ്രീം കോടതി അവരെ 2ാമത് പിടിച്ച് 12 പേരെ അകത്താക്കി. ആ ഒരു ഗുജറാത്ത് സ്റ്റോറി കൊണ്ട് ഇറക്ക് ആൾക്കാരൊക്കെ ഇത് കാണട്ടെ, അഭിമാനം കൊള്ളണം എല്ലാരും. ഈ സുരേന്ദ്രൻ പറഞ്ഞ പോലെ കർഷകരെ 10 എണ്ണത്തിനാണ് തല്ലിക്കൊന്നത് സമരത്തിന് വന്ന്. അല്ല, അത് ഇറക്കട്ടെ എന്ന് പറഞ്ഞ് ഇത് കാണിക്കാൻ നിങ്ങൾ വിടുന്നില്ലെങ്കിൽ പിന്നെ അത് കാണിക്കാൻ വിടണം എന്ന് പറയാൻ പറ്റുമോ? അവര് പറഞ്ഞു പത്രസ്വാതന്ത്ര്യമാണ്, പൗരസ്വാതന്ത്ര്യമാണ്, മറ്റേ സ്വാതന്ത്ര്യം, മരിച്ച കാണിക്കട്ടെ, മറ്റേതും കാണിച്ചോട്ടെ. ഇവര് തടയാൻ പാടില്ല. ഏതായാലും സമയം വളരെ കൃത്യമാണ്. അനീഷ് ആറ്റിങ്ങലിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ അനീഷിന് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എന്ത് പറയാനുണ്ട്? അനീഷ് TV-യിലേക്കാണ് ശ്രദ്ധിക്കുന്നത് തോന്നുന്നു. ഇല്ല, ഞാനിത് കേൾക്കുന്നുണ്ട്. ഞാൻ ഈ പടം കണ്ടതാണ്, ഹിന്ദി വർഷം തന്നെയാണ് കണ്ടത്. എനിക്ക് ആ പടം ഇഷ്ടമായി. അതിലൊരിക്കലും ആ പടത്തിൽ 30,000 പേരെ കേരളത്തിൽ നിന്നാണ് കൊണ്ടുപോയിട്ടുണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. ആ പടത്തില് പറയുന്നുണ്ട് എന്നെ പോലെ 1000 പേര് പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രചരണ ഘട്ടത്തിൽ ആദ്യം എന്തോ ഒരു ഇത് ഇറങ്ങിയപ്പോൾ 32,000 എന്നൊരു ഇത് വന്നു. പിന്നെ അതിൻ്റെ സംഘാടകർ തന്നെ അത് തിരുത്തി. ഞാൻ തന്നെ ഈ സുദീപ്തോ സെന്നിനോടും വിപുൽ ഷായോടും ഒരു ഇൻ്റർവ്യൂ എടുക്കുകയും അവരോട് ഇതേപ്പറ്റി സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ വിപുൽ ഷാ എന്ന് പറഞ്ഞത് അത് 32,000 പേരുടെ കാര്യമാണെങ്കിലും ഒരാളുടെ കാര്യമാണെങ്കിലും അത് പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് അതിൽ ആളുകളുടെ എണ്ണം കുറവാണ് എന്നുള്ളത് കൊണ്ട് ആ വിഷയത്തിൻ്റെ ഗൗരവം ചെറുതായി കാണരുത് എന്നാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം. യെസ്, ഏതായാലും സമയപരിമിതി കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.